الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العظيم ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിനെ പരിപൂർണമായി തഖ്വ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിനെ അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു നമ്മിൽ നിന്നും ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ അള്ളാഹു അവന്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതകാലം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ സ്വലഹായ അമലുകൾ ചെയ്ത് ഈമാനോടുകൂടി ജീവിക്കുവാനും കലിമ ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരണപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളെയും അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ആജിലായ മുസ്തമിറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് പ്രത്യേകം വസിയ്യത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ പള്ളിയുമായും സ്ഥാപനവുമായൊക്കെ വളരെയധികം ബന്ധമുള്ള ഒരു സഹോദരൻ ഇന്ന് വലിയ ഒരു ഓപ്പറേഷന് വിധേയനാവുകയാണ്. ഒരുപാട് കാലത്തെ ചികിത്സയ്ക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ക്ഷമ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി സന്തോഷത്തോടെ നമ്മിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ എത്തിച്ചേരാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അല്ലാഹു വലിയ അസുഖങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ വലിയ ചൂടിലൂടെയൊക്കെ കടന്നുപോയ നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹമായി മഴ വർഷിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം മഴ പെയ്ത ഒരു ദിവസത്തിന് ശേഷം പിറ്റേന്ന് സഹാബാക്കളെ കണ്ടുമുട്ടിയപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ജാഹിലിയ്യത്തിൽ ജീവിച്ചിരുന്ന സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അന്ന് അവരുടെ ഇടയിൽ പലരിലും ഉണ്ടായിരുന്ന വിശ്വാസം ഇന്ന വിഗ്രഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ന നക്ഷത്രത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്നവർ പറയാറുണ്ടായിരുന്നു. മുതിർന്ന ബിനൗഇ കദാ വകദാ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മഴ വർഷിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം ദുആ ചെയ്യണം: മുതിർന്ന ബിഫദ്ലില്ലാഹി വറഹ്മതിഹി. അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹുവിന്റെ കരുണയും ഒക്കെ കാരണമായിട്ടാണ് നിങ്ങൾക്ക് മഴ ലഭിച്ചതെന്ന് നിങ്ങൾ പറയണം. ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനിയും വരും വർഷങ്ങളിൽ ചൂട് വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ചൂടായാലും തണുപ്പായാലും ഒക്കെ
മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ചില സമയങ്ങളിൽ നമുക്ക് അനുഗ്രഹമായി തീരും, ചില സമയങ്ങളിൽ അത് നമുക്ക് പരീക്ഷണമായി തീരും. ഒരു മുഅ്മിനിന്റെ ഏതവസ്ഥ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതൊക്കെ ഒന്നുകിൽ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ്. അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ മുൽക്കിന്റെ അവസാനത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുടിക്കുകയും നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ വെള്ളം വറ്റിപ്പോയാൽ സ്വച്ഛമായ സംശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് കൊണ്ടുതരുന്നവൻ ആരാണ്? ആ സമയത്ത് നമ്മൾ ഇപ്രകാരം അതിന് മറുപടി പറയുന്നത് സുന്നത്താണെന്ന ഹദീസിൽ കാണാം. ബല അല്ലാഹു റബ്ബുൽ ആലമീൻ, തീർച്ചയായും അല്ലാഹു ആണെന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. ഇപ്രകാരം മഴ വർഷിച്ചാലും ചിലപ്പോൾ അത് നമുക്ക് അനുഗ്രഹമാകും, അത് വർദ്ധിച്ചാൽ അത് നമുക്ക് പരീക്ഷണമാകും. മഴ വരുമ്പോൾ മറ്റൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്രകാരം ദുആ ചെയ്യണം, അല്ലാഹുവേ ഈ മഴയെ ഞങ്ങൾക്ക് ഉപകാരമുള്ള മഴയാക്കി തീർക്കണമേ എന്ന് നിങ്ങൾ ദുആ ചെയ്യണം. ഇനിയും നമുക്ക് മഴ ലഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും നമ്മൾ മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം, അതിനുവേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇസ്തിസ്ഖാന്റെ നമസ്കാരം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി, ചെയ്തു കാണിച്ചു തരികയുണ്ടായി. ഇപ്രകാരം വേനൽ കടുക്കുകയും ജനങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാം ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവിടെ മിണ്ടാപ്രാണികളെയും കന്നുകാലികളെയും ഒക്കെ ഹാജരാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് മഴയെ തേടി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇപ്രകാരം നബി തങ്ങൾ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മരീഅ നാഫിഅൻ ഗൈറ ദാർ ആജിലൻ ഗൈറ ആജിൽ. ഈ ദുആയൊക്കെ നമ്മൾ പഠിക്കുകയും ഇപ്രകാരം ചൂട് കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ എന്തൊരു ചൂടാണ് എന്ന് പറഞ്ഞതിനെ പഴിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ പരീക്ഷണം നമ്മിൽ നിന്നും നീങ്ങിപ്പോകുന്നതാണ്. അല്ലാഹുവേ, ഉപകാരപ്രദമായ ഉപദ്രവമേൽപ്പിക്കാത്ത വളരെ പെട്ടെന്ന് തന്നെ അധികം താമസിയാതെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പക്ഷിമൃഗാദികൾക്കൊക്കെ നീ വെള്ളം കുടിപ്പിക്കണമേ, മഴ പെയ്യിപ്പിക്കണമേ എന്ന് ദുആ ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സംഭവത്തിലൂടെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം തന്റെ ജനതയോട് പറയുകയാണ്, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് അല്ലാഹുവിനോട് പശ്ചാത്തപിക്കണം. ഇന്നഹു കാന ഗഫാറ, തീർച്ചയായും അല്ലാഹു ഏറ്റവും അധികം പാപം പുറത്തു തരുന്നവനാണ്, അവൻ നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ എന്ന് മാത്രമല്ല, നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നതിലൂടെ, പാപമോചനം തേടുന്നതിലൂടെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നതിലൂടെ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അവൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്നും സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരുന്നതാണ്. വയുംദിദുകും ബിഅംവാലിൻ വബനീന എന്ന് മാത്രമല്ല, നിങ്ങളുടെ സമ്പത്തുകളിലും സന്താനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുന്നതാണ്. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങളുടെ വരണ്ടുപോയ കിണറുകളെയും ജലസ്രോതസ്സുകളെയും ഒക്കെ അല്ലാഹു പുനരുജ്ജീവിപ്പിക്കുന്നതും നിങ്ങളുടെ കരിഞ്ഞുണങ്ങിയ കൃഷിസ്ഥലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ചൂട് കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ചൂട് വർദ്ധിക്കുകയാണെങ്കിൽ ചൂടെന്നുള്ള ഒരു പരീക്ഷണം മാത്രമല്ല, മറിച്ച് അതിലൂടെ നമുക്ക് ജലമില്ലാതാകും, വൈദ്യുതി ഉൽപാദനം കുറയും, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും, ചൂട് കൂടിയാൽ അതുമൂലമുള്ള അസുഖങ്ങൾ ഉണ്ടാകും.
എന്നാൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിലൂടെ അത് അധികരിപ്പിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഇതിനൊക്കെ പരിഹാരമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചൂട് കൂടുന്നതിന്റെ മറ്റൊരു കാരണം നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുകയും അതിന് പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ നമ്മൾ അവിടെ ഇടപഴകുകയും ചെയ്യുമ്പോഴാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിച്ചതുപോലെ പ്രകൃതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ ഇടപഴകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഖുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. സദഖയുടെ മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് വിവരിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വഹാബാക്കളുടെ ചരിത്രത്തിലും സദഖ കാരണമായി അതിന്റെ പ്രതിഫലനം കാരണമായി ഒരുപാട് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. സദഖയുടെ മഹത്വങ്ങളെ കുറിച്ച് മാത്രം ഒരുപാട് ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അത്രയും പ്രതിഫലമുള്ള ആ സദഖയെ പോലെ നിങ്ങൾക്ക് ഒരു തൈ നട്ടുപിടിപ്പിച്ചാൽ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നു. ആ തൈ നടുമ്പോൾ മാത്രമല്ല, മറിച്ച് അത് വളർന്ന് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനോ പക്ഷിയോ മൃഗമോ ഒക്കെ ഉപകാരമെടുക്കുമ്പോൾ, തണലായിട്ടും പഴമായിട്ടുമൊക്കെ അതിൽ നിന്ന് ഉപകാരമെടുക്കുമ്പോഴൊക്കെ ആ തൈ നട്ടുപിടിപ്പിച്ചവന് അതിൽ നിന്നും സദഖയുടെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മഴ തടയപ്പെടുന്നതിനും ചൂട് കൂടുന്നതിനും മറ്റൊരു കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വലം യൻഖുസുൽ മിക്യാല വൽ മീസാന ഇല്ലാ ഉഖിദു ബിസ്സിനീൻ. അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ ക്ഷാമം കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. വശിദ്ദത്തിൽ മുഊനതി വജൗരി സുൽത്താനി അലൈഹിം. മഴ തടയപ്പെടുമെന്ന് മാത്രമല്ല, അക്രമകാരികളായ ഭരണാധികാരികളെ അവർക്ക് മേൽ അല്ലാഹു ചുമതലപ്പെടുത്തുകയും റിസ്ഖിൽ അവർക്ക് കുടുസുണ്ടാവുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുന്നുണ്ട്. വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ സമ്പത്തിലുള്ള സക്കാത്തിനെ ആരെങ്കിലും കൊടുത്തുവിട്ടുന്നില്ലെങ്കിൽ അവർക്കും ഇത്തരത്തിൽ ആകാശത്ത് നിന്നും മഴ തടയപ്പെടുന്നതാണ്. വലൗലൽ ബഹായിമു ലം യുംതറു. ഈ കന്നുകാലികൾ, മിണ്ടാപ്രാണികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നില്ലെങ്കിൽ അവർക്ക് തീരെ വെള്ളം നൽകപ്പെടുമായിരുന്നില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രകൃതിയുമായി ഇടപെടാൻ നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല രീതിയിൽ സമൃദ്ധമായ മഴ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഹജ്ജിന്റെ ദിവസങ്ങളിലൂടെ അതിന്റെ ദിനങ്ങൾ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് ദുൽഹജ്ജയിലെ ചില ദിവസങ്ങൾ മാത്രമല്ല, മറിച്ച് അല്ലാഹു അതിനെ പരിചയപ്പെടുത്തിയത് തന്നെ അത് അറിയപ്പെട്ട ചില മാസങ്ങൾ എന്നാണ്. അതിന് മുമ്പ്, ഒരുപാട് മുമ്പ് തന്നെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഹാജിമാർ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞു. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്നത്. ഹജ്ജ് ആർക്കെങ്കിലും നിർബന്ധമാവുകയാണെങ്കിൽ അതിലേക്ക് അവനെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ പോകാൻ സാധിക്കുമെങ്കിൽ നിർബന്ധമായും അത് അല്ലാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയായി കണ്ടുകൊണ്ട് അവനത് നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. അതിനെ ഗൗനിക്കാത്തവർക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തവർക്ക് ഗൗരവമേറിയ താക്കീതുകൾ നമുക്ക് ഖുർആനിലും ഹദീസിലും കാണുവാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലഖദ് ഹമംതു അൻ അബ്അത റിജാലൻ ഇലാ ഹാദിഹിൽ അംസാർ ഫയൻദുറു കുല്ല മൻ കാന ലഹു ജിദ്ദത്തുൻ വലം യഹുജ്ജ ഫയദ്രിബു അലൈഹിമുൽ ജിസിയ. ഹജ്ജ് നിർബന്ധമായിട്ടും അതിനെ ഗൗനിക്കാതെ ബന്ധിപ്പിക്കുകയും പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയും ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് എന്റെ ഓരോ ഭരണപ്രദേശങ്ങളിലേക്കും ആളെ അയച്ചുകൊണ്ട് കണ്ടുപിടിക്കുകയും അവരുടെ മേൽ ജിസിയ നിർബന്ധമാക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. മാഹും ബിമുസ്ലിമീൻ
മാ ഹും ബിമുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഹജ്ജ് അത്തരത്തിൽ അലസത കാണിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നവർ എങ്ങനെയാണ് മുസ്ലിം ആവുക? കാരണം ഇസ്ലാമിന്റെ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ഒരാള് നമസ്കാരം എപ്രകാരം ഉപേക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ ഗൗരവമേറിയ കാര്യമാണ് ഹജ്ജിന് അവന് പൂർണ്ണമായ സമ്പത്തും ആരോഗ്യവും ഉണ്ടായിട്ട് അതിനെ ഉപേക്ഷിക്കുന്നത്. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ഹജ്ജിന് ഒരുപാട് പ്രതിഫലങ്ങൾ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആരെങ്കിലും മോശമായ പ്രവർത്തനങ്ങളിലോ സംസാരങ്ങളിലോ ഒന്നും ഏർപ്പെടാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം എത്രത്തോളം പാപരഹിതനായിരുന്നുവോ നിഷ്കളങ്കനായിരുന്നുവോ അതുപോലെ ആ ഹജ്ജിൽ നിന്നും മടങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല. അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ഹജ്ജ് ചെയ്യുകയും ഉംറ ചെയ്യുകയും ചെയ്യുന്നവർ അവർ അല്ലാഹുവിന്റെ അതിഥികളാണ്. ഇൻ ദഅഊഹു അജാബഹും വഇൻ ഇസ്തഗ്ഫറൂഹു ഗഫറ ലഹും. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുആയെ തീർച്ചയായും ഖബൂലാക്കുന്നതാണ്. അവർ അല്ലാഹുവിനോട് പാപമോചനം തേടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഹജ്ജിന് പോകുന്നവരെ നമ്മൾ സന്ദർശിക്കുകയും അവരോട് ദുആ കൊണ്ട് നമ്മൾ വസിയത്ത് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇഖ്ലാസോട് കൂടിയായിരിക്കണം ഒരാള് ഹജ്ജിന് പോകേണ്ടത്. ഹാജി എന്ന് വിളിക്കപ്പെടാൻ വേണ്ടി ഒരാൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കല് അവന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല എന്നും അത് ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഹജ്ജിന് അള്ളാഹുവിന്റെ അടുക്കൽ വളരെയധികം വേദനാജനകമായ ശിക്ഷയുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. വലിതഖുദു അന്നി മനാസികകും. നബി തങ്ങൾ ജീവിതത്തിൽ ഒരു ഹജ്ജാണ് നിർവഹിച്ചത്. ആ ഹജ്ജ് നിർവഹിക്കുമ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് അതിന്റെ രീതികൾ പറഞ്ഞു കൊടുക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും അത് ശരിക്ക് ശ്രദ്ധിച്ച് കണ്ടു പഠിക്കാൻ വേണ്ടി സ്വഹാബാക്കളോട് പറയുകയും ചെയ്തു. വലിതഖുദു അന്നി മനാസികകും. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുക്കണം. ഇത്തിബാഅ് വളരെ പ്രധാനമാണ്. നബി തങ്ങൾ അപ്രകാരം ഹജ്ജ് നിർവഹിച്ചുവെന്ന് ഓരോ ഹാജിയും മനസ്സിലാക്കുകയും അതുപോലെ യാതൊരു കൂട്ടലോ കുറക്കലോ ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഹാജി തയ്യാറാവുകയും ചെയ്യണം. ഫലാ റഫഥ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. ആ ഹജ്ജിൽ യാതൊരു തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങളോ വാക്കുകളോ ഒരു ഹാജിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്രകാരം ഒരാൾ ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അയാളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഈ വർഷം ഹജ്ജിന് പോകുന്ന എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അവധിക്കാലമാണ്. അതിന്റെ ഭൂരിഭാഗം ദിവസങ്ങളും നമ്മിൽ നിന്ന് കടന്നുപോയി. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ സമയം എന്നത്. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സഹ്ഹതു വൽ ഫറാഗ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, അധിക ജനങ്ങളും വഞ്ചനയിലായി പോകുന്ന അല്ലാഹുവിന്റെ വലിയ 2 അനുഗ്രഹങ്ങളാണ്. ഒന്ന് ആരോഗ്യവും, രണ്ടാമത്തത് ഒഴിവു സമയവും. അത് യഥാവിധി കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വീണ്ടും നമ്മെ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മാ മിൻ മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ആദ്യമായി ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതത്തോടു കൂടിയാണ്. ഫിത്രത്തുല്ലാഹില്ലതി ഫതറന്നാസ അലൈഹ. ജനങ്ങളെ അല്ലാഹു അവർ ജനിച്ചു വീഴുമ്പോൾ ഏതൊരു പ്രകൃതത്തോടു കൂടിയാണോ ജനിപ്പിക്കുന്നത് ആ ശുദ്ധമായ പ്രകൃതിയാണ് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത്. ഫബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സറാനിഹി ഔ യുമജ്ജിസാനിഹി. പിന്നീട് ആ കുട്ടി വെളിതെറ്റുകയും മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത് അവൻ മജൂസിയാവുകയും യഹൂദിയാവുകയും നസ്രാനിയാവുകയും ഒക്കെ ചെയ്യുന്നത് അവന്റെ മാതാപിതാക്കളുടെ ഇടപെടലുകൾ മൂലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അവനെ 7 വയസ്സുവരെയും ശരിയായ രീതിയിൽ
അവനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള 7 വയസ്സ് വരെ അവന് ഏറ്റവും നല്ല തർബിയത്ത് കൊടുക്കണം. പിന്നീടുള്ള 7 വയസ്സ് അവന്റെ കൂടെ ഒരു കൂട്ടുകാരനെ പോലെ നടക്കുകയും ഈ പറയപ്പെട്ട ആദ്യത്തെ 21 വർഷങ്ങൾ അത് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറ. മാതാപിതാക്കളോടും അള്ളാഹുവിനോടുമൊക്കെ നന്ദിയുള്ളവരായി അവരോടുള്ള കടമകളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മക്കൾ വളരണം. നന്ദി കേടുള്ളവരായി വളരുകയാണെങ്കിൽ അല്ലാഹു തആല സൂറത്തു അഹ്സാബിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി കെട്ട ആളുകളെ ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും സഈറ. അവർക്ക് വേദനാജനകമായ നരകശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട കുടുംബത്തെയും നിങ്ങൾ കത്തിയാളുന്ന നരകത്തിൽ നിന്നും നിങ്ങൾ സംരക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ വിറകായി കത്തിക്കപ്പെടുന്നത് അത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. അലൈഹാ ഗിലാൽ അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ഷിദാദുൻ. ആ നരകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് കാഠിന്യമേറിയ ശക്തരായ മലക്കുകളാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അവരവരോട് കൽപ്പിക്കപ്പെട്ടത് യഥാവിധി ചെയ്യുകയും അല്ലാഹുവിനോട് യാതൊരു തരത്തിലും അനുസരണക്കേട് കാണിക്കാത്ത മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ഖാലിദീന ഫീഹാ അബദ. ആ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ കാലാകാലം ശാശ്വതരായി അതിൽ വസിക്കേണ്ടി വരുന്നതാണ്. ലാ യജിദൂന ഫീഹാ വലിയൻ വലാ നസീറ. ആ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ നരകവാസികൾ യാതൊരു തരത്തിലുള്ള കൂട്ടുകാരനെയും ഒരു സഹായിയെയും കണ്ടെത്തുകയില്ല. അവർ വളരെയധികം ആ മലക്കുകളോട് ശുപാർശ ചെയ്യുമെങ്കിലും അവർ ആ ശുപാർശകളൊന്നും കേൾക്കുകയില്ല. മറിച്ച് അല്ലാഹു തആല എന്താണ് അവരോട് കൽപ്പിച്ചത് അത് മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കും ആ മലക്കുകൾ. തങ്ങളുടെ കൂടെ തിന്മകൾക്ക് കൂട്ടുനിന്ന യാതൊരു സുഹൃത്തുക്കളെയും അന്നേ ദിവസം ആരും അവിടെ കണ്ടെത്തുകയില്ല. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി. ആ ദിവസം നരകത്തിൽ അവരുടെ മുഖങ്ങൾ ഇളകിമറിയുന്നതാണ്. യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല. ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അവന്റെ വിധിവിലക്കുകളെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ പറയുന്നതാണ്. وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل. അവർ പ്രകാരം പറയുകയും ചെയ്യും, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ, ഞങ്ങൾ അനുസരിച്ചത് ഞങ്ങളിലുള്ള മുതിർന്നവരെയും ഞങ്ങളുടെ നേതാക്കളെയും ഒക്കെയാണ്. ഫഅദല്ലൂന സബീല. അവരാണ് ഞങ്ങളെ വഴികേടിലാക്കിയത്. ഞങ്ങൾക്ക് നന്മ പറഞ്ഞു തരികയും ഞങ്ങളെ നന്മയിൽ വഴി നടത്തുകയും ചെയ്യേണ്ടതിന് പകരം അവർ ഞങ്ങൾക്ക് അതൊന്നും തന്നില്ല എന്ന് അല്ലാഹുവിനോട് അവർ പരാതി പറയും. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്. അല്ലാഹുവേ, അത്തരത്തിൽ ഞങ്ങൾക്ക് നേരായ പാത പറഞ്ഞു തരാത്ത ഈ മുതിർന്നവർക്ക് നീ ഞങ്ങൾക്ക് നൽകിയതിനേക്കാൾ ഇരട്ടി ശിക്ഷ നൽകണമേ. വൽഅൻഹും ലഅനൻ കബീറ. ഞങ്ങളെ നീ ശപിച്ചതിനേക്കാളും വലുതായിട്ട് അവരെ നീ ശപിക്കണമേ എന്ന് ഈ മക്കൾ നാളെ പറയുന്ന അവസ്ഥയുണ്ടാകുമെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള അദാബുകളിൽ നിന്നൊക്കെ നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മാതാപിതാക്കളും തന്നെ തന്റെ മക്കൾക്ക് ഏറ്റവും നല്ല അദബ് പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ ഒരു സമ്മാനവും നൽകിയിട്ടില്ല. മക്കൾക്ക് എല്ലാവിധ ഹലാലായ കാര്യങ്ങളെയും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾ കുതിരയോട്ടവും അമ്പെയ്ത്തും നീന്തലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അത്തരത്തിൽ സ്വഹാബാക്കൾ അവരുടെ മക്കളെ വളർത്തിയതുപോലെ നമുക്കും വളർത്തുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് സ്വഹാബാക്കളുടെ മക്കൾ വളർന്നതുപോലെ ദീനിലും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളായി വളരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഅല്ലമു മിൻ അൻസാബിക്കും മാ തസിലൂന ബിഹി അർഹാമക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്
കുടുംബ ബന്ധത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ കുടുംബ ബന്ധം ചേർത്താൻ ആവശ്യമായ എല്ലാ പരമ്പരകളെ സംബന്ധിച്ചും അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അവരെ കൂടെ നടന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടുംബങ്ങളെ സന്ദർശിക്കുകയും അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. കാരണം ഇത്തരത്തിൽ കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നത് ആ കുടുംബത്തിൽ സ്നേഹമുണ്ടാകാൻ കാരണമാകും. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് കുടുംബബന്ധം അറ്റുപോകാത്തതിലേക്ക് കുടുംബബന്ധം അറ്റുപോകാതെ കാത്തു സൂക്ഷിക്കും. അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകും. നിങ്ങളുടെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകും. വേറെയും ഹദീസുകളിൽ കുടുംബബന്ധം ചേർക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ആരെങ്കിലും അവരുടെ റിസ്കിലും ആയുസ്സിലുമൊക്കെ ബർക്കത്ത് നൽകപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യസിൽ റഹിമ, അവനവന്റെ കുടുംബ ബന്ധത്തെ ചേർത്തുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഈ അവധിക്കാലം ഉപകാരപ്രദമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على سيدنا محمد وعلى آله وأصحابه الأبر. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. اتقوا ربكم في سركم وإعلانكم. وقال ربكم في كتابه العزيز: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن نبينا محمدا عبده ورسوله أشرف مولود. صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، أيها الناس، اتقوا الله حق تقاته وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وثلث بكم أيها المؤمنون من بريته. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم رض عن خلفائه الراشدين الأربعة أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين. اللهم رض عن عمي نبيك حمزة والعباس رضي الله عنهما وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشوي خلقنا بالنار
ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. اللهم أعز الإسلام والمسلمين وقض الدين عن المدينين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصرهم نصرا مؤزرا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.